നമസ്കാരം, ഞാൻ മർവ. ഇത് കുഞ്ഞുവാണി GUPS കോളിയെടുക്കാം. ലോകമനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹിരോഷിമ നാഗസാക്കി ദിനം എത്തിച്ചേർന്നിരിക്കുകയാണ്. HM ഹരിദാസൻ മാസ്റ്റർ യുദ്ധവിരുദ്ധ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏകദേശം 100ഓളം കുട്ടികൾ പങ്കെടുത്ത റാലി സംഘടിപ്പിച്ചത് JRCയും സോഷ്യൽ സയൻസ് ക്ലബും നല്ലപാടം ക്ലബും ചേർന്നാണ്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി JRC കുട്ടികൾ സ്വരൂപിച്ച തുക HM ഹരിദാസൻ മാസ്റ്ററിന് കൈമാറി. കോളിയെടുക്കം ഗവൺമെന്റ് UP സ്കൂൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. ഇത്തവണയും EVMന്റെ സഹായത്തോടെയാണ് ഇലക്ഷൻ നടക്കുന്നത്. മുഖ്യവരണാധികാരി അനില ടീച്ചറുടെ നേതൃത്വത്തിൽ ബൂത്തുകൾ സജ്ജമാക്കി. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് കണ്ണോടിക്കാം. HM ഹരിദാസൻ മാസ്റ്റർ മോക്ക് പോൾ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ ബൂത്തുകളിൽ നിന്നും കുഞ്ഞുവാണി പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ന് ഓഗസ്റ്റ് 9 GUPS കോളിയെടുക്കം സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ്. 4 ബൂത്തുകളിലായാണ് ഇലക്ഷൻ നടക്കുന്നത്. നമുക്ക് ബൂത്തുകളിലേക്ക് പോയി അവരുടെ ഇലക്ഷൻ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാനിപ്പോൾ ബൂത്ത് നമ്പർ 1-ലാണ്. ഇവിടെ 3-6 ക്ലാസ്സിലെ കുട്ടികളാണ് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇവരോട് ഇലക്ഷൻ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? ഇലക്ഷൻ ഇലക്ട്രോണിക് ആയതുകൊണ്ട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ബൂത്ത് നമ്പർ 3-ലാണ്. ഇവിടെ അല്പം മന്ദഗതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. പേരെന്താണ്? തീർത്തായം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7-ൽ. ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? അല്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് സന്തോഷമുണ്ടോ? വളരെ സന്തോഷം. രേഖപ്പെടുത്തിയത് ഉച്ചയോടെ പോളിംഗ് അവസാനിച്ചു. പോളിംഗ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പമുണ്ട്. അവരോട് നമുക്ക് ചോദിച്ച കാര്യങ്ങൾ ആത്മവിശ്വാസമുണ്ട്, പിന്നെ എല്ലാം വോട്ടർമാരുടെ കയ്യിലാണ്. അടുത്ത സ്ഥാനാർത്ഥി നമുക്കൊപ്പമുണ്ട്. എന്താണ് പേര്? വിജയ പ്രതീക്ഷ. എന്താണ് പേര്? സ്ഥാനാർത്ഥി അബിൻ സുകുമാർ നമുക്കൊപ്പമാണ്. നമുക്ക് ചോദിക്കാം, വോട്ടൊക്കെ ചെയ്തോ? ഏത് ബൂത്തിലായിരുന്നു വോട്ട് ചെയ്തത്? പേരെന്താണ്? പ്രചരണമൊക്കെ നന്നായി നടത്തമാക്കിയിട്ടുണ്ട്. വിജയ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഫലപ്രഖ്യാപന കാഴ്ചകളിലേക്ക്. രണ്ടാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിൽ വാശിയേറിയ മത്സരമായിരുന്നു. കേവലം 4 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഡെപ്യൂട്ടി ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്യാനന്ദ. ഫലം പ്രഖ്യാപിച്ചപ്പോൾ 176 വോട്ടുകളുമായി
സ്കൂൾ ലീഡറിന്റെ പ്രതികരണത്തിലേക്ക്. ആദ്യം വിജയം പ്രതീക്ഷിച്ചിരുന്നു. വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും ഞാൻ വളരെയധികം നന്ദി അറിയുന്നു. ഞാൻ കഴിയുന്നത്ര ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം ഞാൻ കണ്ടു. എല്ലാവർക്കും നന്ദി. കൂടുതൽ കുഞ്ഞുവാണി വാർത്തകളുമായി മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.